രാവണയുദ്ധം തുടങ്ങി. പൈസയ്ക്കായി കെഞ്ചുന്ന റോബിന്റെ വീഡിയോ പുറത്തുവിട്ട് വേദലക്ഷ്മി. ചാറ്റും പുറത്തായി. BJP നേതാവും ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പ്രസ് മീറ്റിന് മറുപടിയുമായി ഇൻഫ്ലുവൻസർ വേദലക്ഷ്മി. റോബിൻ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അസത്യമാണെന്നും അതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വ്യക്തമാക്കിയാണ് വേദലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിലൂടെ പുതിയ വീഡിയോ പുറത്തുവിട്ടത്. റോബിൻ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് താൻ തുടങ്ങുന്നതെന്നും റോബിന്റെ ഓരോ കള്ളങ്ങളും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമെന്നും വേദലക്ഷ്മി അവകാശപ്പെട്ടു. റോബിനുമായി തനിക്കുള്ള പരിചയത്തിന്റെ തുടക്കത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തെറ്റാണെന്ന് വേദലക്ഷ്മി ചൂണ്ടിക്കാണിച്ചു. 2019 ബിഗ് ബോസിൽ വരുന്നതിന് മുൻപാണ് റോബിനുമായി ആദ്യമായി സംസാരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അയച്ച പഴയ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി വേദലക്ഷ്മി പങ്കുവച്ചു. സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് റോബിൻ പ്രസ് മീറ്റ് നടത്തിയത്. കള്ളങ്ങൾ ഓരോന്നായി പൊളിക്കുമെന്നും മാസങ്ങൾക്ക് മുൻപേ തന്നെ താൻ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോയതാണെന്നും വേദലക്ഷ്മി വീഡിയോയോടൊപ്പം കുറിച്ചു. അങ്ങനെ നല്ലൊരു തുടക്കം എന്തായാലും കിട്ടിയിട്ടുണ്ട്. റോബിൻ രാധാകൃഷ്ണന്റെ പ്രസ് മീറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ ഓരോന്നായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റും. തെളിവുകൾ ഉൾപ്പെടെ എനിക്ക് കാണിക്കാൻ പറ്റും. റോബിന്റെ ആദ്യത്തെ കള്ളം എന്റെ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വ്യക്തിയെ അറിയാവുന്നത് വേറെ ആരോ വഴിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെ കള്ളം പറഞ്ഞാലും ഡിജിറ്റൽ തെളിവുകൾ എവിടെയും പോകില്ല. 2019 ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെയാണ് ആദ്യത്തെ സംസാരം നമ്മൾ തമ്മിൽ ഉണ്ടായത്. സ്ക്രീൻഷോട്ടും ഞാൻ അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച കാര്യം. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സംസാരം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. ഇക്കാര്യം ശരിക്കും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. നേരിട്ട് കണ്ടപ്പോൾ ഇക്കാര്യം എന്നെ ഓർമ്മിപ്പിച്ചത് റോബിനാണ്. 5 വർഷങ്ങൾ കഴിഞ്ഞില്ലേ, പുള്ളിക്ക് പക്ഷേ ഓർമ്മയുണ്ടായിരുന്നു. സ്വന്തം താല്പര്യമനുസരിച്ച് കള്ളങ്ങൾ പറയുമ്പോൾ അത് ഞാൻ പൊളിക്കുന്നത് നോക്കിയിരുന്നോളൂ, വേദലക്ഷ്മി പറയുന്നു. സത്യം പുറത്തു വരണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താനും കൃത്രിമം കാണിക്കാനും ശ്രദ്ധ തിരിക്കാനും നിശബ്ദമാക്കാനും എപ്പോഴും ശ്രമങ്ങൾ ഉണ്ടാകും. എന്നാൽ എത്രയൊക്കെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാലും ആസൂത്രിതമായ മാനിപ്പുലേഷൻ നടത്തിയാലും സത്യത്തെ മാറ്റാൻ കഴിയില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയതാണ്. ഞാൻ സ്ഥലത്തില്ലെന്നും ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ടാണ് അയാൾ പരാതിയുമായി നടന്നത്. ഇപ്പോൾ കാണിക്കുന്നത് ഈ നാടകവും. നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടാകും, എന്നാൽ എനിക്കതില്ല. അതുകൊണ്ട് എൻ്റെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുകയാണ് എന്ന കുറിപ്പോടെയാണ് വേദലക്ഷ്മി വീഡിയോ പങ്കുവച്ചത്. റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർ ഇപ്പോഴും തന്നെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങുമെന്ന്. ഇമേജ് രക്ഷിക്കാൻ റോബിൻ ഏതറ്റം വരെ പോകുന്നു എന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എന്റെ പേര്, പിന്നെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്ത് വിളിച്ചു കൊണ്ടുവന്ന ഡ്രേക്ക് എന്ന് പറയുന്ന അനന്തു സുജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽദേവ് എന്ന മൂന്നാമതൊരു വ്യക്തിയുടെ പേരും പറയുന്നുണ്ട്. ഇത്രയും പടർന്നു പന്തലിച്ച ആജാനുബാഹുവായ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഡോക്ടർ റോബിനെ ഒരു പാവയെ പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബൽദേവ് ഡിസംബർ 15, 2025 തൊട്ട് റോബിൻ ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നതാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസങ്ങളായിട്ടുള്ള ഇവരുടെ ചാറ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് റോബിൻ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. തുടർന്ന് വേദലക്ഷ്മി അബിൽദേവും റോബിനുമായുള്ള ചാറ്റാണ് പുറത്തുവിടുന്നത്. ചാറ്റിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ റോബിൻ പറയുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം, ഞാൻ റോബിൻ രാധാകൃഷ്ണൻ. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു, ഒരു 90,000 രൂപ. അഖിൽ ബ്രോ എനിക്കത് തരുമെന്ന് എനിക്കറിയാം. കാരണം വളരെ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് അഖിൽ ബ്രോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷനാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 27-ാം തീയതി രാത്രി 10 മണിക്കകത്ത് ഞാൻ തിരിച്ചു തരും. എനിക്കൊരു 90,000 രൂപ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ സീസൺ 8 ആശംസകൾ. നീ ഒരു വിന്നറായി വരട്ടെ. ഈ സഹോദരന്റെ ആശംസകൾ. വീഡിയോയ്ക്ക് ശേഷം ഈ വീഡിയോ മുഴുവൻ കാണണേ, സഹായിക്കണേ എന്നൊക്കെ റോബിൻ പറയുന്നുണ്ട്. റോബിൻ, നീ എന്തൊക്കെയാണ് അയക്കുന്നത് എന്നാണ് അബിൽദേവ് മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ റോബിൻ പറയുന്നു, എനിക്ക് നിങ്ങളെയുള്ളൂ സഹായിക്കാൻ എന്നാണ്. പറ്റുന്നതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തന്നു, അപ്പോൾ പൈസയില്ല എന്നാണ് അബിൽദേവിന്റെ മറുപടി. എന്നാൽ വീണ്ടും റോബിൻ രാധാകൃഷ്ണൻ പണം ചോദിക്കുകയും തരുന്നത് ഇന്ന് രാത്രി തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ അല്ല എന്നും പറയുന്നുണ്ട്. വീണ്ടും റോബിൻ പണം ചോദിക്കുകയും അബിൽ പണം ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത്.